നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 ഓഗസ്റ്റ് മാസം 24 ശനിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കോവിഡ് എന്ന മഹാമാരി ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ശ്രമത്തിലാണ് ലോകരാജ്യങ്ങൾ. ഇപ്പോഴിതാ ലോകത്തിന് പുതിയ ഭീഷണിയായി ഉയർന്നിരിക്കുകയാണ് എംപോക്സ് എന്ന വൈറസ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആദ്യഘട്ടങ്ങളിൽ സ്ഥിരീകരിച്ച രോഗം ഇപ്പോൾ വിവിധ രാജ്യങ്ങളിൽ പടർന്നിരിക്കുകയാണ്. ഇന്ത്യയിലും ഇതിനോടകം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്തിടെയാണ് ഈ രോഗത്തെ ഏറെ സൂക്ഷിക്കേണ്ടതാണെന്ന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത്. ഏകദേശം 1 ഡസനിലധികം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കുട്ടികളിലടക്കം എംപോക്സ് പടർന്നിട്ടുണ്ട്. ഇതിനുള്ള വാക്സിൻ ആവശ്യത്തിന് ലഭ്യമല്ല. ഈ സാഹചര്യത്തിലാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വന്തമായിട്ട് വാക്സിൻ വികസിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി സൗജന്യ സഹായം നമുക്ക് ലഭിക്കും. ചികിത്സാ സഹായവും ലഭിക്കും. പ്രകൃതി ദുരന്തം ബാധിച്ച ജനങ്ങൾക്കും അതുപോലെ തന്നെ അപകട മരണത്താൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്കും അതുപോലെ തന്നെ ഗുരുതര രോഗം ബാധിച്ച് അവശത അനുഭവിക്കുന്നവർക്കും അടിയന്തര ആശ്വാസമായിട്ട് 10,000 രൂപ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. 2 ലക്ഷത്തിന് താഴെ സാമ്പത്തിക അല്ലെങ്കിൽ വാർഷിക വരുമാനമുള്ളവർക്കാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ധനസഹായം ലഭിക്കുക. അപേക്ഷ നൽകുന്നവർ കൃത്യമായിട്ടുള്ള രേഖകൾ സഹിതമാണ് അപേക്ഷ നൽകേണ്ടത്. ചികിത്സ ലഭിച്ച് 6 മാസത്തിനുള്ളിൽ അപേക്ഷിക്കണം. ആധാർ കാർഡ്, റേഷൻ കാർഡ്, അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയ രേഖകളുമായിട്ട് അതത് സ്ഥാപനങ്ങളിൽ കൃത്യമായി അപേക്ഷിച്ചാൽ ചികിത്സാ സഹായ നിധി ലഭിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, പനി, ജലദോഷം, അലർജി, വേദന എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ മരുന്നുകൾ ഉൾപ്പെടെ 156 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകൾ സർക്കാർ നിരോധിച്ചു. ഇത്തരത്തിലുള്ള കോക്ടെയിൽ മരുന്നുകൾ മനുഷ്യർക്ക് അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന കാരണത്താലാണ് നിരോധിച്ചത്. ഓഗസ്റ്റ് 12 ഇത് സംബന്ധിച്ച് ആരോഗ്യ മന്ത്രാലയം ഗസറ്റ് വിജ്ഞാപനം പുറത്തിറക്കിയത്. പാരസെറ്റമോൾ, അതുപോലെ തന്നെ ട്രമഡോൾ, ടോറിൻ, കഫിൻ എന്നിവയുടെ കോമ്പിനേഷനും കേന്ദ്രം നിരോധിച്ചു. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1940 സെക്ഷൻ 26A പ്രകാരം ഈ എഫ്സികളുടെ നിർമ്മാണം, വിൽപ്പന എന്നിവ നിരോധിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് വിജ്ഞാപനത്തിൽ പറയുന്നു. 2016 ഇത്തരത്തിൽ 344 കോമ്പിനേഷൻ മരുന്നുകൾ കേന്ദ്രം നിരോധിച്ചിരുന്നു. 2023 14 കോമ്പിനേഷൻ മരുന്നുകൾ നിരോധിച്ചിരുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സൂപ്പർ മാർക്കറ്റുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടെ സാധനങ്ങൾ പ്ലാസ്റ്റിക് കവറുകളിൽ നൽകിയാൽ 10,000 രൂപ പിഴ ചുമത്തുമെന്ന് ശുചിത്വ മിഷൻ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. പഴങ്ങളും പച്ചക്കറികളും പ്ലാസ്റ്റിക് കവറുകളിൽ പാക്ക് ചെയ്ത് നൽകുന്നതായി വിവിധ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡിന് പരാതി ലഭിച്ചിട്ടുണ്ട്. 2020 ജനുവരി 27 പരിസ്ഥിതി വകുപ്പിൻ്റെ ഉത്തരവ് പ്രകാരം പഴം, പച്ചക്കറി എന്നിവ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു വിൽക്കുന്നത് നിരോധിച്ചിട്ടുള്ളതാണെന്നും ശുചിത്വ മിഷൻ അറിയിച്ചു. അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി. ഇന്ന് വെള്ളിയാഴ്ച ഓഗസ്റ്റ് 23 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 20 രൂപയും പവന് 160 രൂപയുമാണ് കുറഞ്ഞത്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 6,660 രൂപയിലും പവന് 53,280 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.